ആന ഒരു മനുഷ്യന്റെ എത്ര വലുപ്പമുണ്ടാവും? ഒരാനയും മനുഷ്യനും നിന്നാൽ കൂട്ടത്തിൽ നല്ല നീളമുള്ള ആളാണ് ഞാൻ, അല്ലേ? ഞാൻ ഇന്ന് ഫ്ലൈറ്റിൽ വരുമ്പോൾ എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് സുഹൈൽ തങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഫ്ലൈറ്റ് ഇങ്ങക്ക് കണക്കാണ്, ഇനി നിങ്ങൾ നീണ്ടാൽ ചിലപ്പോൾ അവന് ചെരുപ്പന്നെ വലുതായാലും തലതട്ടി പോകുന്നതാണ്. അപ്പൊ മനുഷ്യൻ ആനയുടെ അടുക്കൽ നിന്നാൽ, നിങ്ങളുള്ള എന്നെ പോലെയുള്ള ആളുകൾ നിന്നാൽ തന്നെയും നമ്മളെക്കാൾ വലുതാണ് ആന, അല്ലേ? ആന എന്ന് പറയുന്ന ജീവി എന്നെക്കാൾ ചെറുതാണ്, ചിലപ്പോൾ കാണാൻ ചെറുതാണ്, തടി അത് നമ്മളെക്കാളൊക്കെ വളരെ ചെറുതാണ്, വലിയ മെലിഞ്ഞൊട്ടിയ മനുഷ്യനാണ്. ആ വെളിഞ്ഞൊട്ടിയ മനുഷ്യന്റെ കയ്യിൽ ഒലക്കാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ ഉപയോഗിക്കലുണ്ടോ? ഉണ്ട്. ഒലക്കയല്ല, പിന്നെ വളരെ ചെറിയ ഒലക്ക, ഒരു 10 വീതിച്ചാലുണ്ടാകുന്ന വലുപ്പമുള്ള സാധനം. ആ വടിയും കയ്യിൽ പിടിച്ചിട്ട് ആനന്റെ നേരെ നിന്നിട്ട് ഇയാള് ഭീഷണിപ്പെടുത്തുകയാണ് ആനനെ. അനങ്ങാൻ പാടില്ല, അല്ലേ? ഇവിടുന്ന് നീങ്ങാൻ പാടില്ല. പറയുന്നതാര്? ഈ ചെറിയ ആനന്റെ കാലിന്റെ തടി പോലില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ പറയുമ്പോൾ ആന പേടിച്ചുപോയി. ആന പിന്നെ അനങ്ങുന്നില്ല. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യനെ, എല്ലാ മനുഷ്യനെയും, എല്ലാ സൃഷ്ടികളെയും ആ മനുഷ്യന് വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിലധികം പറയാനാണ്? നിങ്ങൾ കാണുന്നില്ലേ ആ മനുഷ്യൻ സിംഹം എന്ന് പറയുന്ന ജീവിയെ, പറഞ്ഞാൽ പേടിക്കുന്ന പുലി എന്ന് പറയുന്ന ജീവിയെ, അല്ലേ? നരി എന്ന് പറയുന്ന ജീവിയെ ആക്രമിക്കുമെന്ന് പറയപ്പെടുന്ന ജീവികളെ പോലും ആ മനുഷ്യൻ മടിയിലിരുത്താൻ പഠിച്ചു. ആ മനുഷ്യൻ മടിയിലിരുത്താൻ സാധിക്കുന്നു. ആ ജീവികളെ അവന് ഇണക്കിയെടുക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? എല്ലാ സൃഷ്ടികളെയും അല്ലാഹു തആല മനുഷ്യന് വേണ്ടി പടച്ചതാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആന പോറ്റുന്നൊരു മനുഷ്യൻ? ഉണ്ടോ? നമ്മളെ കൊല്ലം ഭാഗത്തുണ്ടോ? ആന രാവിലെയും വൈകുന്നവരൊക്കെ ഇങ്ങനെ വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാത്രത്തിലാക്കിയിട്ട് ഒരാൾക്ക് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സിംഹത്തെ വളർത്തുന്ന മനുഷ്യനുണ്ട്, പക്ഷേ മനുഷ്യനെ വളർത്തുന്ന സിംഹമില്ല. അതുപോലെ നരിയെ വളർത്തുന്ന മനുഷ്യനുണ്ട്, പക്ഷേ ഒരിക്കലും നമ്മൾ ആരും കാണുന്നില്ലല്ലോ. മനുഷ്യനെ വളർത്തുന്ന നരിയെ കാണുന്നില്ല. എന്താ കാരണം? മതേ നരിക്ക് വേണ്ടി പടച്ചതല്ല ലോകം, ആനക്ക് വേണ്ടി പടച്ചതല്ല ലോകം. അതേ, നമ്മൾ കാണാത്ത ജിന്നുകള്, നമ്മളെ കണ്ണിൽ പെടാൻ കഴിയാത്ത, നോക്കിയാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ സാധാരണ കാഴ്ച കൊണ്ട് കാണാത്ത ജിന്നുകൾ, ആ ജിന്നുകളെ അറിവുള്ളവനും കഴിവുള്ളവനും നിയന്ത്രിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കാത്ത ജിന്നിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. ആ ജിന്നുകളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ടുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ജിന്നുകളെ നിങ്ങളെ മുഴുവനായും ഞാൻ അടക്കി ഭരിക്കുന്നൊരു രൂപമുണ്ടാകുമായിരുന്നു. പക്ഷേ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ, ലോകത്ത് ഒരാൾക്കും നൽകാത്ത അധികാരം നീ എനിക്ക് നൽകണേ അല്ലാഹ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകിയ കഴിവിലേക്ക് ഞാനിപ്പോൾ കടന്നു കയറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ കൂടുതലായി ഞാൻ ഇറങ്ങിച്ചെല്ലുന്നില്ല. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് ആദ്യ ജിന്നുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ജിന്നാകട്ടെ, ലോകത്തുള്ള ഏത് വസ്തുക്കളും മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ്. അത് എന്റെ വകയിലല്ല, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറയാണ്. ആരാ പറയുന്നത്? അതേ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് പറയാണ്. എന്താ പറയുന്നത്? വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ മുഴുവനായും നമ്മൾ ആദരിച്ചിട്ടുണ്ടേ നബിയേ. ആദം സന്തതികൾക്ക് നമ്മൾ ബഹുമാനം നൽകിയിട്ടുണ്ടേ നബിയേ.
ആദം സന്തതികൾക്ക് നമ്മൾ ആദരവ് നൽകിയിട്ടുണ്ട് നബിയേ. അല്ലാ, ഞങ്ങളെ കിബറന്മാരെ കൂട്ടത്തിൽ നീ പെടുത്തരുതേ അല്ലാ. അഹങ്കാരികളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തി നശിപ്പിക്കരുതേ അല്ലാ. അസൂയക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തി നശിപ്പിക്കരുതേ അല്ലാ. അല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാ. ശരിയായ മനസ്സ് നന്നായവനാണോ ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറയാണ്. എന്നാ അവനെ കുറിച്ച് മാത്രാണോ? അല്ല, ആദം സന്തതികളാകുന്ന മുഴുവൻ സന്തതികളെയും ഈമാനുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, സൃഷ്ടിച്ച സിട്ടാവിനെ അംഗീകരിക്കുന്നവനാകട്ടെ അംഗീകരിക്കാത്തവനാകട്ടെ, അവിടെ തരംതിരിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യരെയും നമ്മൾ ആദരിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹു ആദരിച്ച മനുഷ്യൻ, ഓ വാലുകൾക്കും ഈമാനുള്ള വിശ്വാസികളെ, ആ മനുഷ്യനെ പിന്നെ ഇകഴ്ത്താൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? അല്ല ബഹുമാനിച്ചു അല്ല ഖുർആനിൽ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ മനുഷ്യനെ ഇകഴ്ത്താനുള്ള വകുപ്പുള്ളത്? മനുഷ്യനെ ഇകഴ്ത്താനോ, മറ്റുള്ളവനെ ചെറുതായി കാണാനോ, മറ്റുള്ളവനെ കുറവാക്കി ചിത്രീകരിക്കാനോ, മറ്റുള്ളവന്റെ മുന്നിൽ ഞാൻ വലിയവനാണ് അവൻ ചെറിയവനാണെന്ന നിലക്ക് മറ്റുള്ളവനെ ചെറുതാക്കാനോ നമുക്കധികാരമില്ല. സിട്ടാവായ റബ്ബ് പറയാണ്, ഞാൻ മനുഷ്യ സന്തതികളെ മുഴുവനായും ആദരിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിച്ച സിട്ടാവ് മനുഷ്യകുലത്തെ മുഴുവനും ആദരിച്ചിട്ടുണ്ടെങ്കിൽ, ഓ എന്റെ വാലുകൾക്കും ഈമാനുള്ള വിശ്വാസികളെ, പരസ്പര ബഹുമാനം അനിവാര്യമാണ്, പരസ്പരം ആദരിക്കൽ അനിവാര്യമാണ്. ചെറിയവരോട് കാരുണ്യമുണ്ടാകണേ, വലിയവരോട് ബഹുമാനമുണ്ടാകണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ ഈമാനില്ലാത്ത സമൂഹം അധികരിച്ചു വരും, ഈമാനില്ലാത്ത ആളുകൾ അധികരിച്ചു വരും, ഖുർആനതി അംഗീകരിച്ച് ജീവിക്കാത്ത ആളുകൾ അധികരിച്ചു വരും. അങ്ങനെയുള്ളൊരു കാലം എത്തിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഓ ജനങ്ങളെ, വലിയവരെ ബഹുമാനിക്കാൻ ആളുണ്ടാകൂല, വലിയവരെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ ആളുണ്ടാകൂല, വലിയവരെ ആദരിക്കണമെന്ന് പറയുമ്പോൾ അത് പുച്ഛമായി കാണുന്നവരധികരിച്ചു വരും. നിങ്ങൾ ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ, അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചെറിയവരോട് കാരുണ്യം കാണിക്കുന്നവർ കുറഞ്ഞു വരും, ചെറിയവരോട് കാരുണ്യമില്ലാത്തവർ അധികരിച്ചു വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. എന്തേ കാരണം? വലിയവരെ ബഹുമാനിക്കാനാണില്ല. അയാൾക്ക് എന്ത് മനസ്സിലാകൂന്ന പറയുന്നത്? നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ഉപ്പാപ്പയാണ് അയാളാ നമ്മളെ ഉപദേശിക്കുന്നത് എന്നാ കുട്ടികൾ പറയുന്നത്. കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന ഈ ഉപ്പാപ്പാക്ക് എന്താ അറിയാന്ന് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങളൊക്കെ IT പഠിച്ചതുപോലെ പഠിക്കാത്ത ഉപ്പാപ്പമാരല്ലേ? അവര് പറയുന്നത് ഞങ്ങൾ എന്തനുസരിക്കാനാണ്? അവരൊക്കെ പഴയ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ ആകുന്ന ഞങ്ങളെ പഠിപ്പിക്കാൻ വരായിട്ടില്ല. ഈ നിലക്ക് ചിന്തിക്കുന്നവരത് അധികരിച്ചു വന്നുപോയില്ലേ? ആലോചിക്കുന്നവരധികരിച്ചു വന്നുപോയില്ലേ? റബ്ബി സമുദായത്തെ നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മറന്നുപോയോ? മനുഷ്യ സമൂഹത്തെ അല്ലാഹ് ആദരിച്ചിരിക്കുന്ന ഖുർആൻ പറയുന്നത്. ആ ആദരിച്ച മനുഷ്യൻ എത്രത്തോളമാണ് അവന്റെ ആദരവ് എന്നറിയോ? നിങ്ങൾ കാണുന്നില്ലേ? 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സാകുന്ന ആ സമയത്തുമ്പോ നമ്മളെ ചെറിയ മക്കള് സംസാരിച്ചു തുടങ്ങുന്ന സമയമാണ് അല്ലേ? 1.5 വയസ്സ് 2 വയസ്സാകുമ്പോ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് പഠിച്ചു തുടങ്ങും. ഉമ്മാന്ന് വിളിക്കും, വാപ്പാന്ന് വിളിക്കും അല്ലേ? ഇവിടെ എന്താ വിളിക്കുക? ഉമ്മാന്ന് വാപ്പാന്ന് തന്നെ വിളിക്കുക. അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്ന സമയം ആ ചെറിയ പിഞ്ചു പൈതലിന്റെ നാവിൽ നിന്ന് ഉമ്മാന്ന് വിളിക്കുമ്പോ ഉമ്മാക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ? വാപ്പാന്ന് വിളിക്കുമ്പോ വാപ്പാക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ചിലപ്പോ ആ മൊഴിയുന്ന ഹർഫൊന്നും വലിയ ശരിയായിക്കൊള്ളണമെന്നില്ല. വാപ്പാന്ന് ഇങ്ങനെ വളരെ കറക്റ്റായി ചുണ്ടൊക്കെ വെക്കേണ്ട പോലെ വെച്ച് തെജ്വീദ് അനുസരിച്ച് വിളിച്ചോളണമെന്നില്ല അല്ലേ? തെജ്വീദ് അനുസരിച്ചാണോ വാപ്പാന്ന് വിളിക്കല്? അതുപോലെ ഉമ്മാന്ന് വിളിക്കല് അല്ല. തെജ്വീദ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഹർഫ് എവിടെ നിന്ന് ഉച്ചരിക്കണം എന്നും പഠിച്ചിട്ടൊന്നുമില്ല. ആ കുട്ടി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു പ്രായം,
ആ സമയത്തുള്ള സംസാരം ബാപ്പമാർക്കും ഉമ്മമാർക്കും വലിയ സന്തോഷ അല്ലേ? അല്ലേ? നിങ്ങളായിട്ട് അന്നേരം സന്തോഷമൊന്നും ഉണ്ടായില്ലേ? ഉണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ സന്തോഷം തരട്ടെ. മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു ഖൈറായ മക്കളെ നൽകട്ടെ. ഉള്ള മക്കളൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അപ്പൊ ചെറിയ പിഞ്ചു പൈതലുകള് അവർ സംസാരിച്ചു തുടങ്ങുന്ന ആ പ്രായത്തില് ഇങ്ങനെ സംസാരം പതുക്കെ പതുക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ ഭയങ്കര സന്തോഷാണ്. അപ്പൊ ഒരു ദിവസം അതാ കുട്ടിയുടെ മുന്നിൽ നല്ല കറി കൊണ്ട് കൊടുത്തു, നല്ല പത്തില് കൊണ്ട് കൊടുത്തു. അപ്പൊ വാപ്പനോട് ചോദിച്ചു, എന്താണ് വാപ്പ ഇത്? അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, പത്തിലാണ് എന്ന് പറഞ്ഞു. ഇവിടെ പത്തിലില്ലേ? ഇല്ലേ, പത്തിലില്ല. ഇവിടെ പത്തിരിയ? അതുമില്ലേ. ഇവിടെ കാപ്പിയാ അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി എന്നല്ലേ പറയാ? അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി എന്നല്ലേ പറയാ? ചായ എന്ന് പറയൂലല്ലോ. ഞങ്ങളുടെ നാട്ടില് ചായ എന്നാ പറയാ, നാസ്ത എന്നാ പറയാ. ഇവിടെ കാപ്പി എന്നല്ലേ പറയാ? ഇംഗ്ലീഷിൽ എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ കാപ്പി എന്നോ? ബ്രേക്ക്ഫാസ്റ്റ് എന്നാ പറയാ. അവ രാവിലെ നല്ല പത്തിൽ കൊണ്ട് കൊടുത്തു. ഇവിടെ എന്താ ഉണ്ടായ രാവിലെ? പത്തിലുണ്ടായില്ലേ? പത്തിരിയും ഇല്ല. പിന്നെ എന്താ ഉണ്ടായാലും പത്തിരിയാണ്. പത്തിരി. പത്തിരിയും വെള്ളാപ്പുമാണ് പോലും. അപ്പൊ അയാളെ വീട്ടിൽ കിട്ടുന്ന പറഞ്ഞതായിരിക്കും. ഞാൻ തമാശ പറഞ്ഞതാ. അപ്പൊ പത്തിരിയും വെള്ളാപ്പൊക്കെ കൊണ്ട കൊടുത്തപ്പോ ചെറിയ മകൻ ചോദിക്കാണ്, ഇതെന്താണ് വാപ്പ? അപ്പൊ വാപ്പക്ക് ഈ ചെറിയ മകന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞ പോലെ പത്തിരിയാണ്. അപ്പൊ മകൻ പറഞ്ഞു നോക്കാണ്, പത്തിരി എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല, വെള്ളാപ്പെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. എന്താ എല്ലാരും വായിൽ വെള്ളം നിറഞ്ഞു പോയോ? വെള്ളാപ്പെന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല. വെള്ളാപ്പെന്ന് പറയണമെങ്കിൽ വലിയ പണിയാണ്. അപ്പൊ പറയാൻ കിട്ടുന്നില്ല. അവൻ വീണ്ടും ചോദിച്ചു, എന്താണ് വാപ്പ? അപ്പൊ ആവർത്തിച്ച് ചോദിക്കുമ്പോ എന്താ വാപ്പ പറയല്? നീ അവിടെ മിണ്ടാതിരിക്കുക, അതൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കാം, അങ്ങനെ പറയല് ആണോ? അതുപോലെ ചെറിയ മക്കൾ ഉമ്മനോട് ചോദിക്കുമ്പോ ഉമ്മ എന്താ പറയല്? അതൊക്കെ ആയാകുമ്പോ പഠിക്കൂ, ഈ പാത്രമൊക്കെ മതി, അങ്ങനെ പറയല്? അല്ല, പിന്നെ എത്ര വട്ടം ചോദിക്കുമ്പോഴും ആ ഉമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, വെള്ളാപ്പം മോനെ. അപ്പൊ കുട്ടി പറയാണ് വെള്ളാപ്പ. അപ്പൊ പിന്നെയും പറഞ്ഞു കൊടുക്കാണ്, പിന്നെയും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാണ്. എന്തുകൊണ്ടാണ്? ആ മകനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം അല്ലേ? അതുകൊണ്ടല്ലേ ഏതോ ഒരു കുട്ടി 10 വയസ്സായി, നല്ല നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാം. ആ കുട്ടി വന്നിട്ട് രാവിലെ പത്തിരി കഴിക്കുമ്പോ ഇതെന്താണ് മോനെ? അപ്പൊ കുട്ടിയുടെ ബാപ്പ പറഞ്ഞത് പത്തിരിയാണ്. അപ്പൊ കുട്ടിക്ക് പത്തിരി എന്നൊക്കെ പറയാൻ അറിയാം. നമുക്ക് മാറ്റിയൊന്ന് കുട്ടിക്ക് പത്തിരി എന്ന് പറയാതെ ഒന്ന് തെറ്റി പറഞ്ഞു. അപ്പൊ ബാപ്പ എന്താ ചെയ്യല്? ഒരിക്കൽ തിരുത്തി കൊടുക്കും, രണ്ടാമത് പിന്നെയും തെറ്റി പറഞ്ഞു. എവിടെ ബഡി അല്ലേ? പറയാൻ അറിഞ്ഞിട്ട് കളിയാക്കിയാ നീ വെറുപ്പ് പിടിച്ചില്ലേ? എന്താ കാരണം? സ്നേഹമില്ലാത്തോണ്ടാ? അല്ല, അവനിക്ക് അറിയാമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ചെറിയ പിഞ്ചു പൈതലിനെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര തവണ പറഞ്ഞിട്ടും ആ വാപ്പക്ക് മടുപ്പ് തോന്നിയില്ല, ഉമ്മാക്ക് വിഷമം തോന്നിയില്ല. ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാണ്, മോനെ ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ, പറഞ്ഞ് പഠിപ്പിക്കാൻ ബാപ്പ ആവേശം കൊള്ളുകയാണ്, ഉമ്മ ആവേശം കൊള്ളുകയാണ്. ബാപ്പക്ക് ചിലപ്പോൾ ഡ്യൂട്ടീന്റെ തിരക്കുണ്ടാകാം. അപ്പൊ പിന്നെ ചിലപ്പോൾ ആ സമയത്ത് 1 വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു അല്ലെ, 3-ാമത്തെ വട്ടം പറഞ്ഞു. അതേ 4-ാമത്തെ വട്ടം ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി ഉമ്മാന്റെ അടുത്തുനിന്ന് പഠിച്ചോ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ഉമ്മനെ ഏൽപ്പിച്ചു പോയി. ഉമ്മയോ എത്ര പ്ലേറ്റ് കഴുകാനുണ്ടായാലും എത്ര തിരക്കുണ്ടായാലും മകനത് പഠിപ്പിച്ചിട്ടേ ഉമ്മ അടങ്ങുള്ളൂ. ആ മകന്റെ നാവിൽ നിന്ന് നല്ല സ്ഫുടമായ നല്ല നിലക്ക് ഉച്ചരിച്ച് പറയുമ്പോ ആ ഉമ്മക്ക് സന്തോഷം കിട്ടാൻ ഉമ്മ എത്ര തവണയും ആവർത്തിക്കാൻ റെഡിയാണ്. ആ കുട്ടി പറഞ്ഞു പഠിക്കുന്നത് വരെ പഠിപ്പിക്കാൻ റെഡിയാണ്. അതിനെത്രയും ഊർജമെടുക്കാൻ അവൻ റെഡിയാണ്, ഉമ്മ റെഡിയാണ്. അതിന്റെ പേരിൽ കംപ്ലൈന്റ് ഇല്ല. കാരണം സാദാപമാണ്, അവനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ്. അവനത് പറയുമ്പോൾ മനസ്സ് കുളിർക്കുകയാണ്. വീണ്ടും ചോദിക്കുമ്പോൾ എന്റെ മകൻ എന്തേ ചോദിച്ചിട്ടും നിർത്താത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ മകൻ ചോദിച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. അല്ലാ, നല്ല മകനാണല്ലോ അല്ലാ. ഈ നിലക്ക് മകനോട് സ്നേഹം അധികരിക്കാണ്. ഇതുപോലെ സിട്ടാവായ അല്ലാ, ആ റബ്ബിന് അറിയുന്നതൊന്നും എനിക്കറിയൂല, ആ റബ്ബിന് അറിയുന്നതൊന്നും നിങ്ങൾക്കും അറിയൂല, നമുക്കാർക്കും അറിയൂല. ആ റബ്ബോ അവൻ അറിയാത്തതൊന്നുമില്ല. നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകള് പോലും അറിയുന്ന റബ്ബാണ് അല്ലാഹ്.
അതുകൊണ്ടാ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, വൈദ ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, മറിയം ബീവിയുടെ മകനാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് ചോദിക്കുന്ന സമയം എന്താ ചോദിക്കുന്നത് എന്നറിയോ? ആഖിറത്തിൽ റബ്ബിന്റെ ചോദ്യമാണ്, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദുനി വ ഉമ്മീ ഇലാഹൈൻ, ഞാനും എന്റെ ഉമ്മയും ഇലാഹാണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണോ ഈസാ നബിയെ? നിങ്ങളെ ആദരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായല്ലോ, ആദരവ് മറികടന്നവരെ ആദരവ് മാറിയിട്ട് ആരാധനയിലേക്ക് എത്തിപ്പോയല്ലോ. ആരാധനക്ക് അർഹതയുള്ളവൻ ഒന്നേ ലോകത്തുള്ളൂ, അവനാണ് അല്ലാഹ്. ലോകത്ത് ആരാധനക്ക് അർഹതയുള്ളവനായി ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ അംബിയ മുർസലീങ്ങളും പറഞ്ഞതിലേറ്റവും ബഹുമാനമുള്ള വാക്കേതാണ് എന്നറിയോ? ഞാനും എന്റെ മുൻഗാമികളായ അംബിയ മുർസലീങ്ങളും പറഞ്ഞതിലേറ്റവും അഫ്ളലായ വാക്കേതാണ് എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബഹുമാനുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അതിന്റെ ആദരവുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? എന്താണ് ആ ദിക്റിൽ പറയുന്നത്? അല്ലാഹയല്ലാത്ത മറ്റൊരു ഇലാഹില്ല, ആരാധനക്ക് അർഹതയുള്ളവനായി ലോകത്ത് ഒരു സൃഷ്ടിയും ഇല്ല. എന്തേ കാരണം? സിട്ടാവായ അള്ളാഹു മാത്രമേ ഇവിടെ മറ്റൊന്നിനെ ആശ്രയിക്കാത്തതുള്ളൂ. ലോകത്തുള്ള സർവ്വതും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ്. അള്ളാഹിനെ ആശ്രയിക്കാത്തതായി ഇവിടെ ഒന്നുമില്ല. അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ആരാകട്ടെ, റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു അമ്പിയാക്കളില്ല, റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു നബിയില്ല, റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു വലിയില്ല. അതുകൊണ്ടാ മുസ്ലിമേ നിങ്ങൾ കാണുന്നില്ലേ, അടക്കമുള്ള സർവ്വ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, ഖബർസ്ഥാനിൽ പോയി സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിന്റെ വിധി. ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചുകൊണ്ടാണ് ഖബറിന്റെ പുറത്ത് പോയി സുജൂദ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വിധി എന്താ? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ഹറാമാണ്. എന്താ പറഞ്ഞത്? ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ഖബറിന്റെ മേലെ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി പച്ച ഹറാമാണ്. ഇത് ഇന്ന് പേരോടിന്റെ മകന് പ്രത്യേകം വഴി ഇറങ്ങിയൊരു മസലയാണോ? അല്ല. അല്ലെങ്കിൽ ഇന്ന് വരുന്ന വഴിയിൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ? അല്ല. എവിടെന്നെങ്കിലും കിട്ടിയതാണോ? അല്ല. നിങ്ങൾ നിങ്ങളെ നാട്ടിലെ ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്, എല്ലാ ഉസ്താദുമാരും പറയും ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ഖബറിന്റെ പുറത്ത് സുജൂദ് ചെയ്യുന്നതിന്റെ വിധി പച്ച ഹറാമാണ്. അല്ലാഹ് അനുവദിച്ചിട്ടേ ഇല്ല. സുജൂദിന് അർഹതയുള്ളത് പിന്നെ ആർക്കാ മുസ്ലിയാരെ? സുജൂദിന് അർഹതയുള്ളവൻ ലോകത്ത് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹുവല്ലാത്ത ഒരാൾക്കും സുജൂദിന് അർഹതയില്ല. എന്താ കാരണം? അവൻ സൃഷ്ടിച്ചതല്ലാത്തതൊന്നും ലോകത്ത് ഇല്ല. ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല, ഒരു മുർസലീങ്ങളുമില്ല, ഒരു നേതാവുമില്ല, ഒരു അനുയായിയുമില്ല. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആ ഏറ്റവും വലിയ വണക്കമാകുന്ന സുജൂദ് അതാ സൃഷ്ടാവായ റബ്ബിന് മാത്രം അർഹതപ്പെട്ടതാണ്. അവനല്ലാത്ത ഒരാൾക്കും സുജൂദ് ചെയ്യുന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചിട്ടില്ല. അല്ലാഹു അനുവദിച്ചിട്ടില്ല. സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ. അതാരാണ്? ഏകനായ അല്ലാഹ്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്നറിയില്ല. ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട്, ചിന്തയില്ലാത്തത് കൊണ്ട്, ആലോചനയില്ലാത്തത് കൊണ്ട് ഖബറിന്റെ പുറത്ത് പോയി നേരെ സുജൂദിൽ വീഴുന്ന ചില ആളുകൾ. നിങ്ങളെ ഭാഗത്തൊന്നും അങ്ങനെയുള്ള വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത ആളുകളില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് പറയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ്
ഒരു ന്യൂസ് കണ്ടു. എന്താണ് ന്യൂസ്? ആ ന്യൂസിൽ പറയുന്നത്, ഒരു സയ്യിദ് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരു അമ്പലത്തിൽ പോയിരിക്കുന്നു. എന്തിനാ പോയത്? സിഹ്ർ ബാത്തിലാക്കാൻ. ആര് പറഞ്ഞതാണ്? ഒരു സയ്യിദ് പറഞ്ഞതാണ്. എന്നിട്ട് അമ്പലം ഇങ്ങനെ ചുറ്റിയാണ്. എന്തിന്? സിഹ്ർ ബാത്തിലാക്കാൻ. മൊലിയാരെങ്ങൾ വർഗീയത പറയാ? വർഗീയതയല്ല, ഞാൻ മതത്തിന്റെ നിയമമാണ് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഒരു ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ ഒരു മുസ്ലിമിന് ഒരു നിലക്കും നിർവാഹമില്ല. മുസ്ലിയാരെ വർഗീയതയല്ലേ? അല്ല. നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് കയറി വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇഷ്ടപ്പെടുമോ? നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് വന്ന് നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ അവരും നമ്മളെപ്പോലെ കൈകെട്ടാണ്, നമ്മളെപ്പോലെ അവരും നദാ റുക്കൂയിലേക്ക് പോവാണ്, കുനിയാണ്. നമ്മളെപ്പോലെ അവരും തലകുനിച്ചിട്ട് നദാ നെറ്റി കൊണ്ടുപോയി നിലത്ത് വെക്കാണ്. ഓ മുസ്ലിമെ, അനുവദിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ പള്ളി അതിലേക്ക് കടക്കണമെങ്കിൽ, ഇബാദത്തിന് വേണ്ടി കടക്കുകയാണെങ്കിൽ അവൻ ഈമാനുള്ളവനല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കേട്ടിട്ട് പ്രിയപ്പെട്ട പെങ്ങളോട് ഖുർആനാകുന്ന ഗ്രന്ഥം നൽകാൻ പറഞ്ഞപ്പോ പറഞ്ഞതെന്താണ്? ആങ്ങളെയാണ്, ബഹുമാനമാണ്, ആദരവാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഏറ്റവും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന എന്റെ സിട്ടാവായ റബ്ബിന്റെ കലാമാണ് ഖുർആൻ. ഖുർആൻ സ്പർശിക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വളുവെടുത്ത് ശുദ്ധിയോടുകൂടെ അല്ലാതെ ആ ഗ്രന്ഥം തൊടാൻ അനുവദിക്കാൻ നിർവാഹമില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, അമ്പലത്തിൽ പോയാൽ, അമ്പലവുമായി ബന്ധപ്പെട്ട ഒരാളിനോട് പറഞ്ഞതാണ്, അമ്പലത്തിലേക്ക് മുസ്ലിമീങ്ങൾ ചില സമയത്ത് കയറി ചെന്നാൽ അവിടെ കഴുകി വൃത്തിയാക്കണം. അവരുടെ മതക്കാരല്ലാത്ത മറ്റൊരാൾ അവരുടെ അമ്പലങ്ങളിലേക്ക് അത്തരം സമയങ്ങളിൽ കയറി ചെന്നാൽ അവർ വലിയ പാടുപെടേണ്ടി വരും. അപ്പോഴേക്ക് നമ്മളെന്താ, അവരമ്പലത്തിൽ കയറുമ്പോഴേക്ക് അവിടെ അപ്പോഴേക്ക് ചീത്തയായി പോകും. അങ്ങനെയൊന്നും ചോദിക്കാൻ പോകരുത്. അതവരെ മതത്തിന്റെ നിയമമാണ്. ഇതുപോലെ മുസ്ലിമിന് മുസ്ലിമിന്റേതായ മതത്തിന്റെ നിയമങ്ങളുണ്ട്, വിശ്വാസിക്ക് വിശ്വാസിയുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കൽ ഒരിക്കലും വർഗീയതയല്ല. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് മതസൗഹാർദ്ദം. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ്. മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടിച്ചേർന്ന് ആഘോഷിക്കലാണ്. അവരെ വേഷവിധാനം കോപ്പിയടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും അല്ലേ അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ, നല്ല തലപ്പാവ് ധരിച്ച് കമീസ് ധരിച്ച് നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ, ഒരു സയ്യിദിന്റെ വേഷത്തിൽ ഒരാ മുസ്ലിമായ സുഹൃത്ത് നമ്മളെ പള്ളിയിലേക്ക് വന്ന് നമ്മൾ താല്പര്യപ്പെടുവോ? ഇതുപോലെ അവർക്ക് അവരുടേതായ വേഷങ്ങളുണ്ട്. അവരുടെ വേഷങ്ങൾ അവരാഘോഷത്തിന്റെ ദിവസങ്ങളിൽ മുസ്ലിം കോപ്പിയടിക്കേണ്ട ആവശ്യം എന്താണ്? മുസ്ലിം അത് അനുകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് മതസൗഹാർദ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചെല്ലലോ, അല്ലെങ്കിൽ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേഷവിധാനങ്ങൾ, ആ വേഷവിധാനങ്ങളെ കോപ്പിയടിക്കലോ അല്ല. മറിച്ചോ എന്താണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകലാണ്. അതിനവർക്ക് സ്വാതന്ത്ര്യം നൽകലാണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആനും പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ ദീനിന്റെ ആശയവുമായി ജീവിക്കാം, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാം. ഒരിക്കലും മറ്റു മതക്കാരൻ അവന്റെ ആരാധനാലയങ്ങളിൽ കയറി ചൊല്ലുമ്പോഴോ
അവന്റെ ആരാധനക്ക് ആവശ്യമായ വേഷവിധാനം ധരിക്കുമ്പോഴോ അവനെ ഇകഴ്ത്താനോ അവനെ കളിയാക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ അവനെ ചീത്ത വിളിക്കാനോ അവനെ കുറവാക്കി പറയാനോ ഇസ്ലാം അനുവദിച്ചിട്ടേ ഇല്ല. അവനിക്ക് അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ മുസ്ലിമിനും മുസ്ലിമിന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ വാലുകൾക്കും ഈമാനുള്ള വിശ്വാസികള് കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ. മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അത് ജീവിതത്തിൽ കൈയൊഴിച്ചേക്കണേ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, തങ്ങളവറുകൾ വരികയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്. യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വാല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കലാണ്. ഉദ്ഹിയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, എന്താണ് ഉദ്ഹിയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ? ഉദ്ഹിയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ബലിയറുത്ത മാംസമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയറുത്ത മാംസമാണ്. ആ മാംസം നമ്മുടെ ഏത് അള്ളാഹ്ക്ക് വേണ്ടി അറുത്തൊരു മാംസമാണ്. അതൊരു ഇബാദത്താണ് അല്ലേ? ഉദ്ഹിയ്യത്ത് ഇബാദത്തല്ലേ? അല്ലേ? കൊല്ലം ഭാഗത്തൊന്നും ഉലുഹിയ്യത്ത് ഇബാദത്തായിട്ടില്ലേ? ഉലുഹിയ്യത്ത് ഇബാദത്താണ്. ആ ആരാധനയിൽ, നമ്മൾ ചെയ്ത ആരാധനയിൽ, ആ ആരാധനയിൽ ഒരിക്കലും നമ്മൾ മറ്റു മതക്കാരെ കൂറു ചേർക്കരുത്. അവരെ നമ്മൾ ആരാധനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ അവരെ കൊണ്ടും ഭക്ഷിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ബലിയറുത്തത് കഴിക്കാൻ അവർ താല്പര്യപ്പെടൂല. അതുകൊണ്ട് ആ മുസ്ലിമെ ഉലുഹിയ്യത്തിന്റെ മാംസം നമ്മൾ ആ മുസ്ലിമീങ്ങൾക്ക് നൽകരുത് എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് ചിലർ ചോദിക്കുകയാണത് വർഗീയതയല്ലേ മുസ്ലിയാരെ? അല്ല, നിങ്ങൾ ആയിരക്കണക്കിന് ആടുമാടുകളെ അറുത്തോളൂ, ആ മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തോളൂ, മുസ്ലിമിന് വിതരണം ചെയ്തോളൂ, അല്ലാത്ത മതക്കാരന് വിതരണം ചെയ്തോളൂ, മതമില്ലാത്തവന് വിതരണം ചെയ്തോളൂ. ഇവിടെ തടസ്സം പറയാനില്ല. ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന, ദൈവത്തിനെ വിശ്വസിക്കാത്ത, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി, ആ നിരീശ്വരവാദി ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ മേല് വലിയർത്ത ഭക്ഷണം കഴിക്കാൻ? അവനെ കൊണ്ടുപോയി ഇത് കഴിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അവൻ ഇഷ്ടപ്പെടാത്തത് അവൻ അറിയാതെ കഴിപ്പിക്കുന്നതിന് പകരം, ഓ മുസ്ലിമേ, അതുകൊണ്ട് ആ ശറഇൽ ഉദ്ഹിയ്യത്തിന്റെ മാംസം നീ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ മതസൗഹാർദ്ദത്തിനെതിരായത് കൊണ്ടല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത്, അദ്ദേഹത്തോട് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചു പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. ഞാൻ ചോദിച്ചാ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ ഇയാൾ പറഞ്ഞു, സമയമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ മാല ധരിച്ചതാണ്. മാല ധരിച്ചാൽ നിങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല. ഞാൻ അയാളോട് എന്ത് വർഗീയതയുള്ള മതാണോ എന്ന് ചോദിച്ചോ ഇല്ല. ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് ചോദിച്ചോ ഇല്ല. അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്. അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല, ഞാൻ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്, എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വാലുകൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള് ഒരിക്കലും മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്നവനായി മുസ്ലിം മാറിക്കൂടാ. നമുക്ക് നല്ല നല്ല ആചാരങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുണ്ട്, ജീവിതത്തിൽ ചെയ്യേണ്ട ആചാരങ്ങളുണ്ട്. റബീഉൽ അവ്വൽ കടന്നു വരുന്നത്, ആ റബീഉൽ അവ്വൽ കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ മൗലിദ് നടക്കണം. നമ്മുടെ വീടുകളിൽ വെച്ച് മൗലിദ് ഓതണം. നമ്മുടെ മക്കളെയും കൂട്ടിയിട്ടിരുന്ന് ഓതണം. പറ്റുമെങ്കിൽ എല്ലാ നാട്ടുകാരെയും ഇഷ്ടപ്പെടുന്നവരെയും വിളിച്ചിട്ടൊരു സദസ്സ് സംഘടിപ്പിക്കണം. അതിന് പറയുമ്പോൾ പലർക്കും നേരമുണ്ടാകാറില്ല. അതേ സ്ഥാനത്ത് മകന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കാൻ ഭയങ്കര ജോറാണ്. മകന്റെ ബർത്ത്ഡേയുടെ ദിവസം കേക്ക് മുറിക്കാൻ ഭയങ്കര ജോറാണ്. ക്രിസ്ത്യാനികളുടെ ആചാരം കോപ്പിയടിക്കാൻ മുസ്ലിമേ നീ മുൻപന്തിയില്ല. അതേ സ്ഥാനത്ത് നിന്റെ ഈമാനിന് കാരണക്കാരനായി പോരാ, നിന്റെ ജീവിതത്തിലെ എല്ലാ നിയമത്തിനും വേണ്ടി പ്രവർത്തിച്ചെന്ന് ഞാനും നീയും വിശ്വസിക്കുന്ന ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം വരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 4 പാട്ടിന്റെ 30 സെക്കൻഡുള്ള ക്ലിപ്പ് എടുത്തിട്ട് സ്റ്റാറ്റസ് മതിയായി അല്ലേ? ആ സ്റ്റാറ്റസിൽ സ്നേഹം കാണിച്ചാൽ മർഹബാ റബീന് സ്വാഗതം, മർഹബാ റബീന് സ്വാഗതം എന്ന് എഴുതി വെച്ചാൽ ഭയങ്കരായി. അതേ സ്ഥാനത്ത് തന്റെ മകന്റെ ജന്മദിനം വരുമ്പോഴോ എന്റെ മകന്റെ ബർത്ത്ഡേയുടെ സന്തോഷം എന്ന് എഴുതിയാ മതിയാകുമോ? മതിയാകുന്നില്ല അല്ലേ? അതിന് നിനക്ക് കേക്ക് മുറിക്കണമല്ലേ? ആ കേക്ക് മുറിച്ചിട്ട് മകന്റെ വായിൽ വെച്ച് കൊടുക്കണമല്ലേ? അതുപോലെ ഇഷ്ടപ്പെടുന്നവന്റെ വായിൽ വെച്ച് കൊടുക്കണമല്ലേ? അതില്ലാതെ നിനക്ക് മനസ്സിന് സമാധാനമില്ല. അതേ സ്ഥാനത്ത് ലോകത്ത് ആഘോഷിക്കാനും സന്തോഷിക്കാനും വേണ്ടി അള്ളാന്റെ ഖുർആൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹൂ, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യമായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്നല്ലാഹുവിന്റെ ഖുർആൻ. അതിന്റെ പേരിൽ മൗലിദ് ഓതാൻ നമുക്ക് നേരമില്ല. മൗലിദിന്റെ സദസ്സിൽ പോയി ഇരിക്കാൻ നമ്മൾ ജോറാണ്. എന്നാലും അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകാനല്ലാതെ അവിടെ ഇരുന്നിട്ട് ഒരല്പം മൗലായെങ്കിലും അറിയുന്ന വരിയെങ്കിലും കൂടെ ചൊല്ലട്ടെ എന്ന് ചിന്തിക്കാൻ ആളുകൾ ചുരുങ്ങിപ്പോയി. അതിനാളെ കിട്ടാനില്ല. അതേ സ്ഥാനത്ത് മൗലിദിന്റെ സ്റ്റാറ്റസ് വെക്കാൻ ആളുകൾ ജോറാണ്. അതിന്റെ പേരിൽ ഏതെങ്കിലും നല്ല പാട്ട് കിട്ടിയ സ്റ്റാറ്റസ് വെക്കാൻ ജോറാണ്. പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ജോറാണ്. ഫേസ്ബുക്കിൽ ഇടാൻ ജോറാണ്. ആശിക്കീങ്ങളാണ് എന്ന് പറഞ്ഞ് ജോറടിക്കാൻ നമ്മൾ ജോറാണ്. ജീവിതത്തിൽ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ ആളുകൾ ചുരുങ്ങിപ്പോയി. പരിശുദ്ധമായ റബീഉൽ അവ്വല നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്നെ വാല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, നാട്ടുകാരെ മുഴുവനും വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കാനുള്ളൊരു സംവിധാനവും അതിനാവശ്യമായ സൗകര്യവും സാമ്പത്തികവും നിങ്ങൾക്കില്ലാതെ പോയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം പ്രിയപ്പെട്ട മക്കളെയും കൂട്ടിയിട്ടെങ്കിലും ആ പരിശുദ്ധമായ റബീഉൽ അവ്വലില് വീട്ടിലിരുന്നിട്ടൊരു മൗലിദ് ഓതാനുള്ളൊരു സന്മനസ് ജീവിതത്തിൽ കണ്ടെത്തണേ ഉപ്പമാരെ, കണ്ടെത്തണേ ഉമ്മമാരെ, കണ്ടെത്തണേ ചെറുപ്പക്കാരെ. മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കാൻ നമ്മൾ ജോറാണ്. മറ്റുള്ളവന്റെ ആചാരങ്ങളിൽ കൂറുചേരാൻ നമ്മൾ ജോറാണ്. മറ്റുള്ളവന്റെ ആചാരങ്ങൾക്കും ആശംസകൾക്കും എഴുതിവിടാൻ നമ്മൾ ജോറാണ്. അതിന്റെ പേരിൽ വസ്ത്രധാരണ നടത്താൻ നമ്മൾ ജോറാണ്. അവര് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാനും നമ്മൾ ജോറാണ്. ആ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാനും നമ്മൾ ജോറാണ്. ഇതിന് പകരം എന്റെ വയല് കേൾക്കാമെന്ന് ഈമാനുള്ള വിശ്വാസികള് ഉണ്ടാകേണ്ടത് എന്താണ് എന്നറിയോ? റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വജൂദ്, ലോകത്തെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ മൗലിദ് ഓതാനുള്ള ഒരു സന്മനസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നല്ല മൗലിദ് ഓതാനുള്ള സദസ്സുണ്ട്. എവിടെ? മകന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന്. ചില ആളുകളെ ന്യായാണ് മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ന്യായം കണ്ടെത്തുകയാണ്. എന്ത്? അന്ന് മൗലിദ് ഓതിയിട്ട് ഉസ്താദിനൊക്കെ സംഭാവന കൊടുത്താലോ അല്ലേ? ക്രിസ്ത്യാനിയുടെ ആചാരം കോപ്പിയടിക്കേണ്ട ആവശ്യം എന്താണ്? നിനക്ക് അങ്ങനെ ഉസ്താദിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റബീഉൽ അവ്വലിൽ കൊടുത്താ വാങ്ങാത്ത ഉസ്താദുമാരുണ്ടോ? റബീഉൽ അവ്വൽ അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനമാണ്. ലോകത്ത് ഒരു പണ്ഡിതനും ഒരു ആലിമീങ്ങൾക്കും തർക്കമില്ല. ഖുർആൻ പോലും എടുത്തു പറഞ്ഞു
അതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ആ സന്തോഷത്തിന് വേണ്ടി ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കാൻ നീ പണം ചെലവഴിച്ചു, അതിനു വേണ്ടി നീ മൗലിദ് ഓദിച്ചു, അതിനു വേണ്ടി നീ ഉസ്താദുമാരെ വിളിച്ചു. അത് പറയുമ്പോ ചില ആളുകളെ കയ്യിൽ പൈസ ഉണ്ടാവൂല. മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ന്യായം കണ്ടെത്തിയാണ്. അന്ന് മൗലിദ് ഓതിയിട്ട് ഉസ്താദിന് സംഭാവന കൊടുത്താലോ, ഉസ്താദിന് ഹദിയ കൊടുത്താലോ, ഉസ്താദിനെ സന്തോഷിപ്പിച്ചാലോ, അത് മകന്റെ മൗലിദിനുള്ള സന്തോഷാണ്, മകന്റെ ജന്മദിനത്തിന് വേണ്ടി സന്തോഷിക്കാനാണ്. എന്നാൽ ഏറ്റവും അർഹതപ്പെട്ട സന്തോഷത്തിന്റെ ഉടമയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. എന്റെ വിഷയമതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞത് മറന്നുപോയോ? സിട്ടാവായ അല്ലാഹ്, ആ റബ്ബ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ആ റബ്ബിന്റെ വധിക്കാ ഞാൻ പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം. ആ റബ്ബ് മനുഷ്യകുലത്തെ മുഴുവനും ആദരിച്ചിരിക്കുന്നു. ആ ആദരവിന്റെ വലുപ്പമാ ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര വട്ടം ചോദിക്കുന്നു, രാവിലെ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന ഫഖിനാ അദാബന്നാർ. അല്ലേ? അതേ ദുആ തന്നെ ളുഹാ നിസ്കരിച്ചിട്ടും ദുആർക്കുന്നു. അല്ലേ? അതേ ദുആ തന്നെ ളുഹർ നിസ്കരിച്ചിട്ടും ദുആ ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. ഭൗതികവും ആത്മീയവുമായ സർവ്വ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന ഫഖിനാ അദാബന്നാർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ബഹുമാനമുള്ള ദുആ. രാവിലെ സുബ്ഹിക്ക് ദുആ ചെയ്തു, അതേ ളുഹാ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, ളുഹർ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, അസ്ർ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, മഗ്രിബ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, അവ്വാബി നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തു, ഇശാ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, സുബ്ഹി നിസ്കരിച്ച് വീണ്ടും ദുആ ചെയ്യുന്നു, ആവർത്തിച്ച് ദുആ ചെയ്യുന്നു. അല്ലാഹ് എന്ത് പറഞ്ഞു? എന്തായി ചോദിച്ചെന്നെങ്ങനെ ചോദിക്കുന്നു? ഇതന്നല്ലേ രാവിലെയും ചോദിച്ചേ, ഇത് തന്നെയല്ലേ ളുഹറിനും ചോദിച്ചത്, ഇത് തന്നെയല്ലേ ളുഹാ നിസ്കരിച്ചിട്ടും ചോദിച്ചത്, ഇത് തന്നെയല്ലേ അസ്ർ നിസ്കരിച്ചിട്ടും ചോദിച്ചത്, ഇത് തന്നെയല്ലേ മഗ്രിബ് നിസ്കരിച്ചിട്ടും ചോദിച്ചത്? ഇല്ല. എത്രത്തോളം നീ ചോദിക്കുന്നുണ്ടോ? ഉദ്ഉനി അസ്തജിബ് ലക്കും. അടിമയുടെ മനസ്സും അടിമയുടെ പോരായ്മയും അടിമയുടെ ളുഹും ആ മനുഷ്യന്റെ ദൗർബല്യതയെ കുറിച്ചും ഏറ്റവും അറിയുന്ന റബ്ബാണ് അല്ലാഹ്. അല്ലേ? ലോകത്തെ എല്ലാ മനുഷ്യന്റെയും ദൗർബല്യത്തെ കുറിച്ച് അറിയുന്നവനാണ് അല്ലാഹ്. അപ്പൊ മനുഷ്യന് തോന്നുകയാണ് എമ്മക്കെന്ത് ദൗർബല്യ ഉള്ളത് മുസ്ലിയാരെ? മനുഷ്യനെന്ത് ദൗർബല്യ ഉള്ളത്? മനുഷ്യനെ പോലെ കഴിവുള്ള ജീവിയുണ്ടോ? നിങ്ങൾ നേരത്തെ ആനനെ കുറിച്ച് പറഞ്ഞില്ലേ, സിംഹത്തെ കുറിച്ച് പറഞ്ഞില്ലേ, നരിയെ കുറിച്ച് പറഞ്ഞില്ലേ, ടൈഗറിനെ കുറിച്ച് പറഞ്ഞില്ലേ, പല ജീവികളെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ജീവിച്ച നരികളില്ലേ, അന്നത്തെ കാലത്ത് ജീവിച്ച ആനകളില്ലേ, അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള മൃഗങ്ങളില്ലേ? ആ മൃഗങ്ങൾ 1500 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടായോ? എന്തെങ്കിലും മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല ഇല്ല. അവരെക്കാൾ എത്ര ഉന്നതിയിലാണ് മനുഷ്യൻ, അല്ലേ? അവരെക്കാൾ എത്ര ഉന്നതിയിലാ മനുഷ്യൻ. നിങ്ങൾ കണ്ടില്ലേ, ആനനെ ലോറിയിൽ കയറ്റിയിട്ട് പോയി, അല്ലേ? ഇവിടെ കൊണ്ടുപോയില്ലേ അങ്ങനെ? ആനനെ വലിയ ലോറിയിൽ 10 ടയറുള്ള ലോറിയിൽ കയറ്റിയിട്ട് ആനനെ കൊണ്ടുപോവാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ കൊണ്ടുപോകുന്നത്? ആ ആനനെ ലോറിയിൽ കയറ്റിയിട്ട് 10 വട്ടം കൊണ്ടുപോയിട്ടു ആന ചിന്തിച്ചില്ലല്ലോ, ഈ ടയറുള്ള സാധനം മനുഷ്യനാണല്ലോ കണ്ടുപിടിച്ചത്. കാട്ടില് നമ്മക്കും വേണം ഇതുപോലൊരു സാധനം, അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, JCB കേരളത്തിൽ വന്നപ്പോ ചില ആളുകൾ സമരം ചെയ്തു. പലരുടെയും ജോലി പോയി പോകുമെന്ന് പേടിച്ചിട്ട് പലരും സമരത്തിനിറങ്ങി. രാഷ്ട്രീയം ഏതോ ആകട്ടെ, എനിക്ക് രാഷ്ട്രീയമില്ല കേട്ടോ. ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനല്ല പറഞ്ഞത്. ചില തൊഴിലാളി സംഘടനകൾ ഭയപ്പെട്ടു, അല്ലാ JCB വന്നാ പലരുടെയും ജോലി പോകുമല്ല, അല്ലാ JCB ഓടിക്കുന്നവന് ജോലി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചില്ല, ടിപ്പറുകാരന് ജോലി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചില്ല. ഇരിക്കട്ടെ, ആ JCB വന്നപ്പോൾ ആന ചിന്തിച്ചോ, JCB വന്നപ്പോൾ എന്റെ ജോലി പോയല്ലോ, അതുകൊണ്ട് ആ JCBയെ കാണുമ്പോൾ ഒരു ചവിട്ട് വെച്ചു കൊടുക്കണം. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ആന JCBയെ ചവിട്ടിയത് നിങ്ങൾ കണ്ടോ? ഇല്ല.
ഇതിന്റെ പേരിൽ എവിടെയെങ്കിലും ആനകൾ സമരം ചെയ്തത് കണ്ടോ? ഇല്ല. ഇതുപോലെ നിങ്ങൾ ഓരോന്നും ആലോചിച്ചോളൂ. 1500 കൊല്ലം കഴിഞ്ഞിട്ട് പോരാ, 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല. 10 ടയറുള്ള പതിയ ലോറിയിൽ കയറിയിട്ട് യാത്ര ചെയ്ത ആന ഇന്ന് വരെ ഒരു ടയർ പോലും ഉണ്ടാക്കാൻ ചിന്തിച്ചില്ല. നമ്മക്കും വേണം കാട്ടിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം. എന്റെ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ പെയ്തെടുക്കേണ്ടതില്ലല്ലോ. ഒരു JCB ഞങ്ങളും കണ്ടുപിടിച്ചാൽ മക്കൾക്കും എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കാൻ വലിയ സൗകര്യമാണ്. ആരോഗ്യം കൂടുതൽ ചെലവഴിക്കേണ്ടതില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇതുവരെ ഒരു ആന JCB കണ്ടെടുത്തിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു വാഹനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു യന്ത്രത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. 1500 കൊല്ലം മുമ്പുള്ള ആന ഇന്നും അതേ പടിയിൽ ജീവിക്കുന്നു. ഒരു മാറ്റവും പറയാനില്ല. ആനന്റെ അടുക്കൽ നിന്നതാ ചെറിയ പാപ്പാൻ. അയാള് ചെറിയൊരു സാധനം ചവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ അവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, എന്റെ കൂടെ വലിയ മൂപ്പരുണ്ട് എന്ന് പറയുന്നത് ആന കാണുന്നുണ്ട്. പക്ഷേ ആ മൊബൈൽ ഫോൺ ഒന്ന് വാങ്ങിയിട്ട് എന്റെ കൈ കൊണ്ടൊന്ന് ചവിട്ടിയാൽ പൊട്ടാനേ സാധനമുള്ളൂ. ഒന്ന് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നോക്കിയിട്ട് എന്താ സാധനം എന്ന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ആനകൾക്കിടയിൽ ഒരു നെറ്റ്വർക്ക് സംവിധാനിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ആനയുണ്ടായില്ല. എന്നാ ഇത് പൊട്ടിക്കേണ്ടതുണ്ടോ? ഇല്ല. പൊട്ടിക്കുകയൊന്നും ചെയ്യാതെ നല്ല വേണ്ട പോലെ ടേപ്പ് അമർത്തി വെച്ച് വേണ്ടതുപോലെ ടൈറ്റാക്കി വെച്ചിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളില് സ്പീക്കറിന്റെ ഉള്ളിലൂടെ കയറാൻ പറ്റുന്ന ഉറുമ്പുകളെ കണ്ടില്ലേ നിങ്ങൾ? ആ ഉറുമ്പതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള വയറൊക്കെ മുറിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഉറുമ്പുകൾ ഇന്ന് വരെ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ ഉള്ളിലുള്ള വയർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ഉള്ളിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മനുഷ്യനോ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനെ കുറിച്ച്. ഇത് വികസിപ്പിക്കാൻ എന്താണ് വകുപ്പ്? ഇത് കൂടുതൽ വികസിപ്പിക്കാൻ എന്താ വകുപ്പ്? ഇത് കൂടുതൽ വലുതാക്കാൻ എന്താ വകുപ്പ്? മെമ്മറി കാർഡിലാണല്ലോ സർവ്വതും കിടക്കുന്നത്. പഠിച്ച റബ്ബേ, ഇനി മെമ്മറി കാർഡ് കൊണ്ടുപോയി തലച്ചോറിൽ പിടിപ്പിച്ചാൽ മനുഷ്യനത് റീഡ് ചെയ്യാനുള്ള വല്ല സംവിധാനം ഉണ്ടോ എന്ന് ചിന്തിക്കുകയല്ലേ അമേരിക്കക്കാരൻ? അതിനെക്കുറിച്ച് ആലോചിക്കുകയല്ലേ ശാസ്ത്രം? എന്താ ആലോചിക്കുന്നത്? മെമ്മറി കാർഡ് തലയിലേക്ക് വെച്ചു കൊടുത്താൽ നമ്മൾ ഈ സ്ഥാപനങ്ങളൊന്നും വേണ്ടതില്ലല്ലോ. മെമ്മറി കാർഡിൽ ഖുർആൻ കയറ്റിയിട്ട് അങ്ങ് കയറ്റി കൊടുത്താൽ പിന്നെ പഠിക്കേണ്ടതില്ലല്ലോ, ആലോചിക്കേണ്ടതില്ലല്ലോ, അധ്വാനിക്കേണ്ടതില്ലല്ലോ. പിന്നെ ഏറ്റവും വിലപിടിപ്പുള്ള മെമ്മറി ആരെ കയ്യിലാണോ അവന്റെ തലയാണ് ഏറ്റവും വലിയ തല എന്ന് പറയാൻ അമേരിക്കക്കാരൻ ചിന്തിക്കുകയല്ലോ. ബിൽ ഗേറ്റ്സ് ആലോചിക്കുകയല്ലോ. മുസ്ലിയാരെ, എന്നിട്ട് നിങ്ങൾ പറയണോ മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ ദൗർബല്യമുള്ളവനാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുകയാണോ? അതൊക്കെ 1500 കൊല്ലം മുമ്പ് അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ഉറക്കെ ചെല്ലണേ മുസ്ലിമേ. യഥാർത്ഥത്തിൽ എന്താ ദുഅഫ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. എന്താ നിങ്ങൾ ആലോചിച്ചു നോക്ക്. അന്നത്തെ കാലത്ത് അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തുണ്ടായ സംവിധാനാണോ ഇന്നത്തെ കാലത്ത്? അല്ല. ഒരുപാട് 100 കണക്കിന് 10 മടങ്ങ് മനുഷ്യൻ വികസിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ മനുഷ്യന്റെ ദൗർബല്യത്തിന് കുറവില്ല. മനുഷ്യന്റെ ദൗർബല്യത്തിനൊരു കുറവില്ല. അന്ന് കുതിരപ്പുറത്താ യാത്ര ചെയ്തത്, അത് അന്ന് കഴുതപ്പുറത്താ യാത്ര ചെയ്തത്, അന്ന് ഒട്ടകപ്പുറത്താ യാത്ര ചെയ്തത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ നേതാ വലത്തേക്ക് നോക്കിയപ്പോ ഈന്തപ്പനകൾ പിന്നാലെ ഓടുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നും നീ ട്രെയിനിൽ കയറിയാൽ റോഡിലേക്ക് നോക്കുമ്പോ മരങ്ങളൊക്കെ ഓടുകയാണ്, നീ അവിടെ ഇരിക്കുകയാണ് അല്ലേ? നിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോ നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാവപ്പെട്ട മുത്തല്ലിം ട്രെയിൻ നീങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് നോക്കി. ഇടത്ത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ട്രെയിൻ ഭയങ്കര ജോറിൽ ഓടുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അൽഹംദുലില്ലാ കൃത്യസമയത്ത് ട്രെയിൻ എടുത്തിട്ടുണ്ടല്ലോ. അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോ റെയിൽവേ സ്റ്റേഷനില് 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ട്രെയിൻ എടുത്തിട്ടില്ല. അപ്പോഴാ എനിക്ക് മനസ്സിലായത്, നേരത്തെ പോയത് എന്റെ ട്രെയിൻ അല്ല, നേരത്തെ പോയത് വേറൊരാളെ ട്രെയിനാണ്. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ ട്രെയിനാണെന്ന്.
അല്ല മുസ്ലിയാരെ, അത് നിങ്ങളെ കണ്ണിന്റെ തകരാറാണ്. നിങ്ങളും നാളെ ട്രെയിനിൽ കയറിയിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കോളൂ. ഇടത് ഭാഗത്ത് കൂടെ പോകുന്ന ട്രെയിൻ കണ്ടിട്ട് നിനക്കും തോന്നുകയാ നിന്റെ ട്രെയിൻ യാത്രയില. വലത് ഭാഗത്ത് കാലിയായ സ്ഥലമാണോ? അപ്പോഴാ അറിയുന്നത് നിന്റെ ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല, നിന്റെ ട്രെയിൻ മൂവ് ചെയ്തിട്ടില്ല, നിന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓ എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, ഇങ്ങനെ പറയാൻ എത്രയാ നമുക്ക് പറയാനുള്ളത്. നീ കാറിൽ ഇരുന്നപ്പോ ആ കാർ